ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ 3 പ്രധാന വ്യക്തിത്വങ്ങളെ നേരിട്ട് കണ്ട ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത്. അതിൽ ആദ്യത്തെ നമ്മുടെ VS അച്യുതാനന്ദനാണ്. നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നാളെ നടക്കാൻ പോവുകയാണ്. ഇദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടത് ചെർപ്പളശ്ശേരി വെച്ചാണ്. ചെർപ്പളശ്ശേരിയിൽ എനിക്കൊന്ന് 2011 ശേഷമാണ്. 2006 തൊട്ട് 2011 വരെ അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നു. 2011 ശേഷമായിരിക്കാം, എനിക്ക് തോന്നുന്നത് ശരിയാണെങ്കിൽ ഒരു 13 ആയിരിക്കാം. 13 അദ്ദേഹത്തിന് ഇപ്പൊ 101 വയസ്സുണ്ട്. ഒരു 89-90 വയസ്സുള്ള സമയത്താണ് അദ്ദേഹം നല്ല പ്രസരിപ്പോട് കൂടി പ്രസംഗിക്കുകയാണ്. ആ 90 വയസ്സ് അദ്ദേഹത്തിന്റെ ശരീരത്തിനുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ, ആ പ്രസംഗത്തിൽ ഒരു 40-50 വയസ്സുള്ള ആളുടെ ആ ഒരു രീതിയിൽ അദ്ദേഹം വളരെയധികം നല്ല പ്രസരിപ്പോട് കൂടി പ്രസംഗിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ചെർപ്പളശ്ശേരി വെച്ചായിരുന്നു അത്. അപ്പൊ ഈ ഒരു സമയത്ത് ഞാനത് ഓർക്കുകയാണ്, നിങ്ങളോട് പങ്കുവെക്കാമെന്ന് കരുതി. അങ്ങനെയുള്ള ചില ആളുകൾ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചിരിക്കുന്ന അസുഖങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇങ്ങനെയുള്ള പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി, അത് നമുക്ക് വളരെയധികം ഒരു ഊർജം നൽകുന്നുണ്ട്. നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാനൊക്കെ അത് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ അല്ലെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി, 82 വയസ്സിൽ മുഖ്യമന്ത്രി ആയ അദ്ദേഹമാണ് ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവം, ഒരു അത്ഭുതം, മലയാളത്തിന്റെ അത്ഭുതം, 2006 ഇറങ്ങിയ ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടനാണ്. നമ്മുടെ മോഹൻലാൽ, അദ്ദേഹം ഡബിൾ റോളിൽ വരുന്ന ഒരു സിനിമയാണ് ഫോട്ടോഗ്രാഫർ. ഞാനന്ന് പോസ്റ്റ് BSc നഴ്സിംഗ് പഠിക്കുന്ന സമയമാണ്. 2006 കാലഘട്ടമാണ്. പോസ്റ്റ് BSc നഴ്സിംഗ് എവിടെയാണ്, കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഓണാവധിക്ക് വീട്ടിൽ വരുന്ന ടൈമാണ്. അപ്പൊ ഞങ്ങൾ നിലമ്പൂരാണ് ഞാൻ ഇവിടെ ഉള്ളത്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി ഒരു പൂക്കോട്ടുംപാടം കാളികാവ് എന്നൊക്കെ പറയും, ഒരു വനമേഖലയാണ്. വനമേഖലയിൽ നമുക്ക് സിനിമ കണ്ടാൽ അറിയാം, അതിനകത്തൊരു വനത്തിനുള്ളിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ആ സിനിമയിൽ പ്രധാനമായിട്ട് പറയുന്നത്. ആനയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു മോഹൻലാലിനെ കൂടാതെ മുരളി ബിജു മേനോനൊക്കെ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നു. അദ്ദേഹം ഇരട്ട റോളിൽ അഭിനയിക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ എന്റെ കണ്ണിലേക്ക് ശരിക്കും അദ്ദേഹം അങ്ങനെ നോക്കിയിരുന്നു. ആ സമയത്ത് മൊബൈലൊന്നും അത്ര, ഈ ഫോട്ടോ എടുക്കുന്ന മൊബൈലൊന്നും നമ്മുടെ കയ്യിലില്ല, ആരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഒരു സെൽഫി എടുക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നമ്മുടെ കണ്ണിലോട്ട് തന്നെ നോക്കിയിരുന്ന ഒരു ചെറിയ പുഞ്ചിരി, എനിക്ക് കൈ ഉയർത്തി കാണിക്കാനോ ഒന്നും കഴിയാതെ ഞാനിങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം ഒരു അത്ഭുതം നമ്മളെ നോക്കി നിൽക്കുകയാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജി, ആ നോട്ടത്തിൽ തന്നെ, ആ ഒരു ചെറിയ ചിരിയിൽ തന്നെ ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് അങ്ങനെ ഊറി വരുന്നതായിട്ടൊരു ഫീൽ എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ മനസ്സിലൂടെ പോവുകയാണ്. മൂന്നാമത്തെ ആള് നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ്. അത് എനിക്ക് തോന്നുന്നു അത് കുറച്ച് മുന്നെയാണ്, എനിക്കൊരു കുട്ടിക്കാലത്താണ്, ഒരു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ്. അതായത് നമ്മൾ 10th പാസ്സായിട്ട് ഒരു 15-16 വയസ്സുള്ള ടൈമാണ്. ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചാണ് തൊഴുതുകൊണ്ട് അദ്ദേഹം ഒരു വെള്ള ഷാളൊക്കെ ധരിച്ച് അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൈപൊക്കി കാണിക്കുന്ന ഒരു അനുഭവം. അതും വളരെയധികം നല്ലൊരു എനിക്ക് തോന്നുന്നത് അതൊരു 97-98 കാലഘട്ടത്തിലാണ്. അത്രയ്ക്കും കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ടൈമിലാണ് അദ്ദേഹം സിനിമയിലൊക്കെ നല്ല കസർത്ത് നിൽക്കുന്ന ടൈമാണ്. കമ്മീഷണർ, മാഫിയ, ഏകലവ്യനൊക്കെ കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ടത്. നാലാമത്തേത് കാണാക്കിനാവ് എന്ന സിനിമ നമ്മുടെ നിലമ്പൂർ ഷൂട്ടിങ്ങിന് വന്നപ്പോ നമ്മളെ വിട്ടുപോയ മുരളി സാറിനെ കണ്ട ഒരു അനുഭവമാണ്. അപ്പോൾ നമ്മുടെ നിലമ്പൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിലായിട്ടൊരു ഫോറസ്റ്റ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹം നമ്മുടെ ഒരു പഴയ പെട്ടിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവമാണ്. ആ ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഇൻസൈഡൊക്കെ ചെയ്ത്, നല്ല ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത്, പിന്നെ ഒരു പെട്ടിയൊക്കെ പിടിച്ച് എങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ കുറെ പിള്ളേർ വന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഉള്ളിൽ നമ്മുടെ മുരളി സാറാണ് നിൽക്കുന്നത്. അപ്പൊ ഉള്ളിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്ന ഒരു അനുഭവം, അത് മറക്കാൻ കഴിയില്ല. പിന്നെ അഞ്ചാമത് നമ്മുടെ ഹാസ്യ സമ്രാട്ടായിട്ടുള്ള മാമുക്കോയ. അദ്ദേഹം ഞങ്ങളുടെ വീടിനടുത്ത് ഒരു സിനിമയാന്ന് തോന്നുന്നെങ്കിൽ സീരിയലാണെന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയിലും മുണ്ടൊക്കെ മടക്കി കുത്തി ഇങ്ങനെ ഇവിടെ ചങ്കൊക്കെ തുറന്ന് കാണിച്ച് എന്താ പറയാ,
ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരു 50 വയസ്സുള്ള ഒരു സമയമായിരിക്കാം എനിക്ക് തോന്നുന്നത്. ചെറിയ ഓർമ്മയാണ്. എനിക്കൊരു 10-12 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ആ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. വളരെയധികം എൻജോയ്മെന്റ് ചെയ്ത് എല്ലാവരോടും നാടൻ ഭാഷയിൽ തനി കോഴിക്കോട്ടുകാരുടെ ശൈലിയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് കുട്ടികളോടൊക്കെ വളരെയധികം മിങ്കിള് ചെയ്ത് അങ്ങനെ അനുഭവമുള്ള ആ ഒരു ഇതാണ് എനിക്ക് 5 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും ആരൊക്കെയോ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെ സിനിമാ നടന്മാരെയോ ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ വന്നൊന്ന് കമന്റ് ചെയ്യുക. ഇനി ഒരാളുടെ കാര്യം ഞാൻ മറന്നുപോയി. നമ്മളെ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ, 1-2 ആളുടെ ഉണ്ട്. കരുണാകരൻ, നമ്മളെ വിട്ടുപോയ കരുണാകരൻ സാറിനെ ഞാൻ കണ്ടത് ഗുരുവായൂർ അമ്പലനടയിലാണ്. അക്കാലത്തൊക്കെ കരുണാകരൻ സാറ് മിക്കവാറും ഗുരുവായൂർ 1-ാം തീയതി ഉണ്ടെങ്കിൽ ഗുരുവായൂർ വന്ന് തൊഴും. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും എന്നുള്ള രീതിയായിരുന്നു അക്കാലത്തൊക്കെ. കരുണാകരൻ സാറിനെ നേരിട്ട് കണ്ടായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വിട്ടുപിരിഞ്ഞ മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ കണ്ടത് മിംസ് ഹോസ്പിറ്റലിലാണ്. മിംസ് ഹോസ്പിറ്റലില് അന്ന് 2017 തോന്നുന്നു, 2016-16 തോന്നുന്നു. 2016 ഏതോ ഒരു കോൺഗ്രസിന്റെ ഒരു മെമ്പർ ഒരു ലേഡിയാണ്, അവർ മരിച്ചുപോയി ആക്സിഡന്റിൽ. ചെറുപ്പക്കാരിയായിരുന്നു, 38-40 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അവർ മരിച്ചുപോയി. അപ്പൊ അവരെ എനിക്ക് തോന്നുന്നു അവർ ആക്സിഡന്റ് ആയിട്ട് സീരിയസ് ആയിട്ട് കടന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് വന്ന് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. ഞാനപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റി, ചിരിക്കുകയുണ്ടായി. അപ്പൊ ഇത് ഒരു അനുഭവമാണ്. വേറെയും ആരൊക്കെയോ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. നമ്മുടെ മമ്മൂട്ടി സാറിനെ, നമ്മുടെ മമ്മൂക്കിയെ ഒന്നും കാണാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഒരുപാട് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതേവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് സംശയമാണ്. കാലചക്രം ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞു പോകുമ്പോൾ എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ആ ഒരു സമയത്ത് വെച്ച് നമുക്ക് കണ്ടുമുട്ടാൻ നമ്മൾ കൊതിക്കുന്ന പല ആളുകളും നമ്മുടെ ജീവിതത്തിലേക്ക് അറിയാതെ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഒരാളെ പോയി കാണണമെന്നില്ല. അപ്പൊ അവര് നമ്മളെ കാണിച്ചു തരികയാണ് അല്ലെ, ജീവിതം നമ്മളെ കാണിച്ചു തരാനുണ്ട്. നമ്മള് വളരെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുകയാണ്. അപ്പൊ നമുക്ക് അവരോട് സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. ആരെയും ഒരാളെ കൂടെ ഞാൻ പറയാണ്, കൊച്ചുപ്രേമൻ, നമ്മളെ വിട്ടുപോയ കൊച്ചുപ്രേമൻ. അദ്ദേഹത്തിനെ കണ്ടത് ഞാൻ ട്രെയിനിൽ വെച്ചാണ്. ഒരു അദ്ദേഹത്തോട് കൂടി ഒരു സെൽഫി ഒക്കെ ഞാൻ എടുക്കുകയുണ്ടായി. ആ ഫോട്ടോ എന്നെ മിസ്സായി പോയി. കൊച്ചുപ്രേമൻ സാറിനെ, ചേട്ടനെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ വന്ന്, ഇനി ഞാൻ കുറെ പേര് എൻ്റെ കയ്യിൽ ഉണ്ടാകാം, പക്ഷെ ഒന്നും ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, മഹത് വ്യക്തിത്വങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ വന്നൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.